ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും എല്ലാ റെസിപ്പീസും കൂടി ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞാനൊരു ഉള്ളി സാമ്പാറാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേദിവസം കുതിർത്ത് വെച്ച സാമ്പാർ പരിപ്പിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ചെറിയ ഉള്ളിയാണ് കട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ കുറച്ച് പച്ചമുളകും ഒരു 2 ടൊമാറ്റോയും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം മൂടി വെച്ച് പരിപ്പ് നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ സാമ്പാർ റെഡിയായിട്ടോ. ഇനി അതിലേക്ക് ജസ്റ്റ് ഒന്ന് കടുകും അതിലൂടെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് താളിച്ചും കൂടി ചേർക്കുന്നുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. ഇനി ഞാൻ അതിൻ്റെ കൂടെ തന്നെ പൊട്ടറ്റോയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മോന് രാവിലെ ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ പൊട്ടറ്റോ എണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അത് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ തയ്യാറായി. ഇനി ഞാൻ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറുമാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പരത്തിയാണ് ദോശ ഉണ്ടാക്കുന്നത്. ആവശ്യത്തിനുള്ള നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദോശ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുമല്ലോ. അങ്ങനെ ദോശയൊക്കെ ഒരു ഭാഗം മുരിഞ്ഞ് വന്നപ്പോൾ തിരിച്ചിട്ട് മറുഭാഗം കൂടി മുരിച്ചെടുത്തു. അങ്ങനെ എല്ലാ ദോശയും ചുട്ടെടുത്തു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറും ആയിരുന്നു. അങ്ങനെ മക്കളൊക്കെ സ്കൂളിൽ പോയ ശേഷം ഇനി ഉച്ചക്കലത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പം ഫിഷ് ഓൾറെഡി ക്ലീൻ ചെയ്തത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഫ്രൈ ചെയ്യാനും കുറച്ച് കറി വയ്ക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ളതിൽ നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എയർ ഫ്രയറിലാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി ഞാൻ ഫിഷ് കറി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില ഇത്രയും നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു. അതിലേക്ക് മല്ലിപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ തേങ്ങാപ്പാലിൻ്റെ കൂടെ തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ഒപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ വീണ്ടും ഒന്ന് മൂടി വയ്ക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വറ്റിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി തയ്യാറായി കേട്ടോ. ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി മസാലയൊക്കെ തേച്ച് വെച്ചേക്കാണല്ലോ. അപ്പോൾ അത് ഞാൻ എയർ ഫ്രയറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ എയർ ഫ്രയറിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ടെമ്പറേച്ചർ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 26 മിനിറ്റ്സ് ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയായി. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ റെസിപ്പീസ് എന്ന് പറയുന്നത് സാമ്പാറും ഫിഷ് ഫ്രൈയും ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.